ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു സദ്യ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസിന്റെ ആവശ്യമേ ഉള്ളൂ. 1 കപ്പ് ചെറുപയർ പരിപ്പ് യൂസ് ചെയ്താണ് ഈ കറി ഉണ്ടാക്കുന്നത്. ഇത് ആദ്യം തന്നെ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. ഈ സദ്യ പരിപ്പ് കറിക്ക് എപ്പോഴും പരിപ്പ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്ത ശേഷം അത് നന്നായിട്ടൊന്ന് ചൂട് തണിഞ്ഞ് എന്നിട്ട് നന്നായിട്ട് ഒരു 3-4 തവണയെങ്കിലും വാഷ് ചെയ്ത ശേഷമാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. പാത്രത്തിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് പരിപ്പ് ഇട്ട് കൊടുക്കാം. അടികട്ടിയുള്ള നല്ലൊരു പാത്രം എടുത്താൽ മതി. ഞാനിപ്പോൾ കുക്കറാണ് എടുത്തിരിക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുമ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ ചില പരിപ്പൊക്കെ ബ്രൗൺ കളർ ആവാനുള്ള ചാൻസ് ഉണ്ട്. പരിപ്പിൻ്റെ കളറൊന്നും ചേഞ്ച് ആവരുത്, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പരിപ്പ് നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. എന്നിട്ട് വേഗം തന്നെ ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ സമയം കൊണ്ട് നമുക്ക് ഈ പരിപ്പ് കറിക്ക് ആവശ്യമായ തേങ്ങ അരച്ചെടുക്കാം. ഒരു കപ്പ് പരിപ്പിന് 1 കപ്പ് ചിരകിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അരച്ചെടുക്കാൻ വേണ്ടി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു സൈസിലുള്ള പച്ചമുളകും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് പച്ചമുളകിന്റെ എണ്ണം കൂട്ടാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. തേങ്ങ നന്നായിട്ട് അരയണം. ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി അരയ്ക്കുന്നതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നന്നായി അരച്ചെടുക്കാം. ഇപ്പോൾ ഈ പരിപ്പ് നന്നായിട്ടൊന്ന് ചൂട് തണിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. ഒരു 4 പ്രാവശ്യം ഞാനിത് വാഷ് ചെയ്തെടുത്തു. ഇപ്പോൾ കണ്ടോ, വെള്ളം നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കുക്കറിലേക്ക് ഇനി വെന്ത് കിട്ടാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ 1 കപ്പ് പരിപ്പിലേക്ക് ഞാനിപ്പോൾ 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ കുറച്ച് മതി. മുളക് പൊടി അധികം ചേർത്ത് കൊടുത്താൽ ആ കറിയുടെ മഞ്ഞ കളർ അങ്ങ് മാറും. അതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. മുളക് പൊടി ശരിക്കും ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നമ്മൾ ചെറിയൊരു എരിവിന് വേണ്ടി പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഇതങ്ങനെ ഒത്തിരി എരിവുള്ള കറിയല്ല, ചെറിയൊരു എരിവ് മാത്രമേ ഈ കറിക്ക് ഉണ്ടാവുള്ളൂ. എന്നിട്ട് കുക്കർ ക്ലോസ് ചെയ്യാം. ഇനി ഞാനിത് ലോ ഫ്ലെയിമിൽ 3 വിസിലാണ് വെക്കുന്നത്. കുക്കറിലെ എയറൊക്കെ നന്നായിട്ട് പോയ ശേഷം കുക്കർ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഇതേ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ തേങ്ങ അരച്ചത് ചേർത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി ഈ കറിയിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയിലാണ് ഇപ്പോൾ കറി ഉള്ളത്. നമുക്കിനി എത്രയാണോ വെള്ളം വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. തേങ്ങ അരച്ചെടുത്ത് അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കറി തണുക്കുമ്പോഴേക്കും നന്നായിട്ട് തിക്കായി പോവും. അപ്പം ഈ സമയത്ത് തന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. കറി ഇത്ര കട്ടിയിൽ വേണ്ട, കുറച്ചും കൂടി ഒന്ന് ലൂസാക്കി എടുക്കണമെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഈ സമയത്ത് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ കറി വീണ്ടും തിളയ്ക്കേണ്ട ആവശ്യം വരില്ല. തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. ചേർത്ത് കൊടുത്ത തേങ്ങയുടെ ആ പച്ച ചുവയൊക്കെ ഒന്ന് നന്നായിട്ട് മാറിക്കിട്ടിയാൽ മതി.
ഉപ്പിൻ്റെ അളവൊക്കെ ഈ സമയത്ത് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഈ പരുവത്തിലാണ് ഓഫ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. ഈ പരിപ്പ് കറി ചോറിൻ്റെ കൂടെ കഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കണം. പരിപ്പ് കറിയും പപ്പടവും നെയ്യും, അതാണ് സദ്യയിലെ ബെസ്റ്റ് കോമ്പിനേഷൻ. അപ്പം സദ്യയിലെ ഈസി പരിപ്പ് കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം ഇനി മറ്റൊരു ഈസി റെസിപ്പിയുമായി വരാം. താങ്ക് യു.